താമരശ്ശേരി ചുരത്തിൽ ഇന്നലെ രാത്രിയും ഗതാഗതക്കുരുക്ക്. രാത്രി ചുരത്തിൽ കുടുങ്ങിയ വാഹനങ്ങൾ നീക്കിയെങ്കിലും യാത്രാവാഹനങ്ങൾ സമയമെടുത്താണ് ചുരം കടന്നത്. വീതികൂട്ടൽ നടപടിയുടെ ഭാഗമായുള്ള മരംമുറി ഇന്നും തുടരുന്നു. നാൽക്കാലികളെയും കൊണ്ടുവന്ന കണ്ടെയ്നർ ലോറി കുടുങ്ങിയാണ് ഇന്നലെ രാത്രി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനൊടുവിൽ രാവിലെ വാഹനത്തിരക്ക് കുറഞ്ഞു. പിന്നീട് 7-ാം വളവിൽ മരംമുറി ആരംഭിച്ചതോടെ വീണ്ടും ഗതാഗത കുരുക്കുണ്ടായി. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇതുതന്നെയാണ് സ്ഥിതി. ചുരത്തിൽ കുടുങ്ങുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നീക്കം ചെയ്യാൻ ക്രെയിൻ ഇല്ലാത്തതാണ് പ്രധാന തടസ്സം. താമരശ്ശേരിയിൽ നിന്ന് പോലീസ് എത്തി വേണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ചുരത്തിലെ വളണ്ടിയർമാരും ചേർന്നാണ് വാഹനത്തിരക്ക് ഒഴിവാക്കുന്നത്. വരി തെറ്റി ഓവർടേക്ക് ചെയ്ത് വാഹനങ്ങൾ കയറുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മരം മുഴുവനായും മുറിച്ചു തീരാൻ ഇനിയും സമയമെടുക്കും. ക്രിസ്തുമസ് അവധിക്കാലമായതിനാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് മരം മുറിക്കൽ നിർത്തിവെക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. ഇത് അധികൃതർ പരിഗണിക്കും എന്നാണ് പ്രതീക്ഷ. കർണാടകത്തിൽ നിന്നും മറ്റും അവധിക്ക് നാട്ടിലേക്കെത്തുന്ന മലയാളികൾക്കും വിവിധ ജില്ലകളിൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർക്കും ഗതാഗതക്കുരുക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നും ചുരത്തിന് സമാനമായി ചുരം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.